السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت؟ قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك وليجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ 4 من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. സൂറത്തുൽ ബഖറ 259 260. ഔ അല്ലെങ്കിൽ, ക പോലെ, അല്ലദീ മറ നടന്നവൻ, ഔ കല്ലദീ മറ നടന്ന് അല്ലെങ്കിൽ നടന്ന് പോയവനെ പോലെ, അല്ലെങ്കിൽ നടന്നവനെ പോലെ, അലാ ഖറിയ ഒരു നാട്ടിലൂടെ, വഹിയ അത്, ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ കീഴ്മേൽ മറിഞ്ഞ അവസ്ഥയിലാണ്. ഖാല അവൻ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു, അന്നാ എങ്ങനെയാണ്, യുഹീ ജീവിപ്പിക്കുന്നത്, ഹാദിഹി ഇതിനെ, അല്ലാഹു ബഅദ മൗതിഹാ അത് നിർജീവമായി പോയതിനു ശേഷം. ഫഅമാതഹുല്ലാഹ് അപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. 100 ആം 100 കൊല്ലം. സുമ്മ പിന്നീട് ബഅസഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഖാല അല്ലാഹ് പറഞ്ഞു, കം ലബിസ്ത അല്ലെങ്കിൽ ചോദിച്ചു, കം ലബിസ്ത നീ എത്ര കാലമാണ് കഴിച്ചു കൂട്ടിയത്? ഖാല
അദ്ദേഹം പറഞ്ഞു, ലബിസ്തു ഞാൻ കഴിച്ചുകൂട്ടി, യൗമൻ ഒരു ദിവസം, ഔ അല്ലെങ്കിൽ ബഅ്ദ യൗം ദിവസത്തിന്റെ കുറച്ചു ഭാഗം. ഖാല അല്ലാഹ് പറഞ്ഞു, ബൽ അല്ല, ലബിസ്ത നീ കഴിച്ചുകൂട്ടി, മിഅത ആം 100 കൊല്ലം. ഫൻദുർ നീ നോക്കൂ, ഇലാ തആമിക് നിന്റെ ഭക്ഷണത്തിലേക്ക്, വശറാബിക് നിന്റെ പാനീയത്തിലേക്ക് നോക്കൂ, ലം യതസന്ന അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല, അതിന് വയസ്സായിട്ടില്ല എന്നാണ്, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. വൻളുർ നീ നോക്കൂ, ഇലാ ഹിമാരിക്ക നിന്റെ കഴുതയെ, വലിനജഅലക നിന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ്, ആയത്തൻ ഒരു ആയത്ത്, ലിന്നാസ് ജനങ്ങൾക്ക്. വൻളുർ നീ നോക്കൂ, ഇലൽ ഇളാം എല്ലുകളിലേക്ക് നോക്കൂ, കൈഫ നുൻഷിസുഹ അതിനെ നാം കൂട്ടിയിണക്കുന്നു, ലഹ്മ അതിനെ നാം കൂട്ടിയിണക്കുന്നു, സുമ്മ നക്സൂഹ പിന്നെ നാം അതിനെ പൊതിയുന്നു, ലഹ്മൻ മാംസം കൊണ്ട്. ഫലമ്മ തബയ്യന ലഹു അദ്ദേഹത്തിന് കാര്യം വ്യക്തമായപ്പോൾ, ഖാല അദ്ദേഹം പറഞ്ഞു, അഅലം ഞാൻ അറിയുന്നു, അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ആണ്, അലാ കുല്ലി ശൈഇൻ ഖദീർ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളത്. ഇത് ഖാല പറഞ്ഞ സന്ദർഭം, ഇബ്രാഹിം റബ്ബി എന്റെ നാഥ, അരിനി എനിക്ക് കാണിച്ചു തരൂ, കൈഫ തുഹ്യിൽ മൗത മരിച്ചുപോയവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുക. ഖാല അല്ലാഹ് ചോദിച്ചു, അവലം തുക്മിൻ നീ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ഇബ്രാഹിം നബി പറഞ്ഞു, ബല തീർച്ചയായിട്ടും അതെ വിശ്വസിച്ചിട്ടുണ്ട്. വലാകിൻ പക്ഷേ എങ്കിലും എന്താണ്, ലിയത്മഇന്ന ഖൽബി എന്റെ മനസ്സിന് ഒരു തുമഇനീനത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരടക്കം, ഒരു ശാന്തത. നമ്മൾ നിസ്കരിക്കുമ്പോ തുമഇനീനത്ത് വേണമെന്ന് പറയും, അടക്കം കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. ഖാല അല്ലാഹ് പറഞ്ഞു, ഫഖുദ് എന്നാൽ നീ പിടിക്കി, അർബഅ 4 എണ്ണത്തെ, മിനത്വയ്ർ പക്ഷികളിൽ നിന്ന് 4 എണ്ണത്തെ പിടിക്കുക, ഫസുർഹുന്ന എന്നിട്ട് അതിനെ ഇണക്കുക, ഇലൈക നിന്നിലേക്ക്, സുമ്മ ജഅൽ പിന്നെ നീ വെക്കുക, അലാ കുല്ലി ജബലിൻ ഓരോ മലയിലും, മിൻഹുന്ന അവയിൽ നിന്നുള്ള ജുസ്ആ ഓരോ ഭാഗം, സുമ്മ പിന്നെ ഉദുഹുന്ന നീ വിളിക്കുക, യഅ്തീനക അവ നിന്നിലേക്ക് വരും, സഅയൻ ഓടിയിട്ട് അല്ലെങ്കിൽ വേഗത്തിൽ. വഅലം അറിയുക, അന്നല്ലാഹ് അല്ലാഹു ആണ്, അസീസുൻ ഹകീം പ്രതാപവാനാണ്, യുക്തിമാനാണ്. ഈ 2 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് മുമ്പുള്ള ആയത്തില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ആയത്തുൽ കുർസിക്ക് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. അപ്പൊ അതില് കാഫിറുകളെ സംബന്ധിച്ചും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു. മുഅ്മിനീങ്ങളുടെ വലിയ അള്ളാഹു ആണ്, അള്ളാഹു അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. കാഫിറുകളുടെ വലിയ താവൂത്താണ്. അപ്പോ താവൂത്ത് ദൈവേതര ദുശക്തികൾ വെളിച്ചത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്ക് നയിക്കുന്നു, ഇരുട്ടിലേക്കല്ല ഇരുട്ടുകളിലേക്ക് നയിക്കുന്നു. അപ്പൊ കാഫിറുകൾക്ക് ഒരുപാട് താവൂത്തുകളാണ് വലിയ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഏകനാണ് വലിയ. ഇനി കാഫിറായ ഒന്നിന് ഉദാഹരണമാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിരുന്നത്, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി ഇബ്രാഹിമിനോട് തന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ തർക്കിച്ച
ഒരാൾ, അയാള് കാഫിറായിരുന്നു. അയാൾ ഇബ്രാഹിം നബിനോട് ചോദ്യമൊക്കെ ചോദിച്ചെങ്കിലും ഇബ്രാഹിം നബി നല്ല മറുപടിയൊക്കെ പറഞ്ഞെങ്കിലും അയാൾ എന്താക്കിയില്ല, വിശ്വസിക്കൊന്നും ചെയ്തില്ല. അപ്പൊ ബുഹിത്തല്ലതി കഫർ, ആ നിഷേധിക്ക് ഉത്തരം മുട്ടി. പക്ഷെ എന്നാലും അദ്ദേഹം എന്താക്കിയിട്ടില്ല, വിശ്വസിച്ചില്ല. അദ്ദേഹം ഇബ്രാഹിം നബിനെ ശിക്ഷിക്കാനാണ് മെനക്കെട്ടത്. ഉത്തരം മുട്ടിയാ പിന്നെ എന്താ ചെയ്യാ? ഉത്തരം മുട്ടിയാ ഒന്നെങ്കിൽ കൊഞ്ഞനം കാട്ടൂ അല്ലേ, ഇല്ലെങ്കിൽ കല്ലെടുത്തെറിയും. അങ്ങനെയാണ്. അപ്പോ ചിലപ്പോ നിങ്ങൾ ഉമ്മാര് മക്കളെ മുമ്പിൽ ഉത്തരം മുട്ടിയാ പടിയെടുക്കും. ഒരു ന്യായം പറയും ചിലപ്പോ. അപ്പൊ ന്യായം പറഞ്ഞിട്ട് ഉത്തരം മുട്ടിയാ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ മുണ്ടരുത്, പോയിക്കോ അവിടുന്ന്. ഒരു തൽക്കാലം പോവും. പക്ഷെ അന്നേരം ഓരോ മനസ്സിലെന്തുണ്ടാവും? ആ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് കാഫിറിന് നിഷേധിക്കുള്ള ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി വേറെ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. ഈ സംഭവം എവിടെ നടന്നു, എപ്പോൾ നടന്നു, ഇതിലെ കഥാപാത്രം ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ട് വ്യക്തമാക്കിയിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഈ പറയാൻ പോണ കാര്യം മനസ്സിലാവാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഖുർആൻ നമ്മൾ ഉണ്ടാക്കുന്ന ആധാര ഭാഷയിലല്ല സംസാരിക്കുക, അല്ലേ? ഖുർആൻ്റെതായ ഒരു ശൈലിയും, ആ ശൈലിയിൽ വ്യക്തികൾ പ്രധാനമല്ല. ഒരാൾ എന്ന് പറയുള്ളൂ, ഒരു നാൾ എന്നേ പറയുള്ളൂ. അതേ സമയത്ത് ഇന്ന ആളാണ് എന്ന് വ്യക്തമാകണമെങ്കിലോ ആളെ പറയുകയും ചെയ്യും. ഇത് കാല ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം ആണെന്ന് മനസ്സിലാവേണ്ടടുത്ത് അത് പറഞ്ഞു, അല്ലാത്തടത്ത് എന്ത് ചെയ്യൂല, അത് പറയില്ല. പക്ഷെ പിന്നെ എന്നാലും അത് ആരാണ് എന്നറിയാനുള്ള മനുഷ്യന്റെ ഒരു ജിജ്ഞാസ ഉണ്ടാവും. എന്നാലും അത് ആരായിരിക്കും? അങ്ങനെയാണ് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെ സംബന്ധിച്ച് ആളുകൾ ഇങ്ങനെ അന്വേഷിക്കുക. അങ്ങനെ ഈ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് അന്വേഷിച്ച ആളുകൾ പല നിഗമനങ്ങളിലും എത്തിയിട്ടുണ്ട്. അതൊക്കെ നിഗമനങ്ങളാണ്. അതിൽപ്പെട്ട ഒന്ന്, ബാബിലോണിയൻ ബന്ധനം എന്ന പേരിൽ ഇസ്രായേൽ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു സന്ദർഭം. അത് സൂറത്തുൽ ഇസ്രാഇന്റെ ഏതാണ്ട് തുടക്ക ഭാഗത്ത് അള്ളാഹു പറയുന്ന ഒരു സംഭവം. അതായത് ഒരു വലിയ മർദ്ദകനായിരുന്ന രാജാവിന്റെ കടന്നാക്രമണത്തിൽ ബൈത്തുൽ മഖ്ദിസ് തകർക്കുന്നുണ്ട്. എത്രത്തോളാണ് തകർക്കുന്നതെന്ന് ചോദിച്ചാല് മൊത്തം അടിച്ചു പൊളിച്ചു കളയുന്നു. ഒരു കല്ലിനുമേൽ ഒരു കല്ല് പോലും അവശേഷിക്കാത്ത വിധം ഉയർന്നു നിൽക്കുന്ന മുഴുവനും അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം. പിന്നെയും ബൈത്തുൽ മഖ്ദിസ് ഉണ്ടാക്കിയാണ്. അപ്പൊ നിങ്ങൾ പൊളിച്ചാലും പിന്നെന്താവും? കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കാനും ആളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് പ്രശ്നം, അല്ലാണ്ട് അതെന്താകുന്നു എന്നുള്ളതല്ല പ്രശ്നം. അപ്പൊ അതുവഴി കടന്നു പോകുന്ന ഇസ്രായേൽ സമൂഹത്തിലെ ഒരു വലിയ പ്രസിദ്ധനായ, പ്രഗത്ഭനായ, അറിയപ്പെട്ട ഒരു വ്യക്തി. ആ വ്യക്തിയാണ് ഈ ഒരാൾ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പേര് ഉസൈർ എന്നായിരുന്നു എന്ന് പറയുന്നു. അല്ല, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ക്രൈസ്തവരായ ആളുകൾ പറയുന്നു മസീഹ് ബിൻ അല്ലാഹ്, ഈസാ നബി അള്ളാന്റെ മോനാണ്. അതുപോലെ യഹൂദികൾ പറയുന്നു ഉസൈർ ബിൻ അല്ലാഹ്, ഉസൈർ അള്ളാന്റെ മോനായിരുന്നു. ഈസാ നബി ദൈവമായിട്ടല്ലല്ലോ മോനാന്ന് പറഞ്ഞു. അതേപോലെ ഉസൈർ ദൈവമായിട്ടല്ല മോനാന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വിശ്വാസ വൈകല്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അയാള് കൺകണ്ട ദൈവം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ എന്റെ കൺകണ്ട ദൈവം എന്ന് പറഞ്ഞാൽ കണ്ട ദൈവങ്ങളാണ്, കാണാത്ത ഏതോ ദൈവം എവിടെ ഉണ്ട്. അപ്പൊ ഒരാളെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചാൽ അയാളെ പറ്റി എന്ത് പറയും? എന്റെ ദൈവമാണ് എന്ന് പറയുന്ന രീതി നമ്മളെ നാട്ടിലുണ്ട്. അപ്പോ നമ്മളായിട്ട് പറയും അങ്ങനെ ദൈവം എന്ന് പറയരുത് എന്ന് പറയും. ദൈവം വേറെ തന്നെ ഒരു സംഭവമാണ്. ഇത്രയും നല്ലൊരു അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ ഒരാൾ ദൈവം എന്ന് പറയുമ്പോൾ ശരിക്കും ദൈവത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ.
ഇതിപ്പോ ചെറിയൊരു സഹായല്ലേ, അതിനെന്നെ ദൈവം എന്ന് പറയാം. അപ്പോ ഉസൈർ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം നബി ആയിരിക്കാം ചിലപ്പോ. ഇസ്രായേൽ സമൂഹം നമ്മളിപ്പോ ഈ 1.25 ലക്ഷത്തോളം നബിമാരെന്നൊക്കെ പറഞ്ഞില്ലേ, എല്ലാവരും പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോ നബി ആയിരിക്കും, ചിലപ്പോൾ ഒരു വലിയായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പല ആൾക്കാരും. ചില ആളുകൾ പറയുന്നു ഇത് ഉസൈറാണ് എന്ന് പറയുന്നുണ്ട്. ഇനി മൂസാ നബിന്റെ ഉസ്താദായിട്ട് ഒരാൾ ഉണ്ടായിരുന്നുണ്ട്, അദ്ദേഹമാണെന്നും ചില ആളുകൾ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച്. അള്ളാഹു ആലം. ഏതായാലും ആരാന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് ആളറിയേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പൊ ഈ തകർന്നടിഞ്ഞ നാഗരികതയുടെ ഭാഗത്തുകൂടെ നടന്നു പോവുകയായിരുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം ഈ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഈ സംഗതി കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇപ്പോ അള്ളാഹ് അതിനൊക്കെ എന്താക്കുക, പുനരുജ്ജീവിപ്പിക്കും? അള്ളാഹു പുനർജീവിപ്പിക്കുമോ? അള്ളാഹ്ക്ക് പുനർജീവിപ്പിക്കാൻ കഴിയൂലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. അള്ളാഹു പുനർജീവിപ്പിക്കുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം, അത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു അജബായിട്ട് ചോദിച്ചാൽ എങ്ങനെയാ ഇപ്പൊ ഇതൊക്കെ അല്ലെ? ചിലപ്പോ നമ്മൾ പറയില്ലേ, എങ്ങനെയാ പഠിച്ചോനെ ഞാൻ ഈ പോരൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക, എന്താ പീന്റെ കോലം, നിങ്ങൾക്ക് വല്ല പരിചയമുള്ള വർത്താനായിക്കോളൂ. ഇത് സംഗതി കഴിഞ്ഞ് നോക്കുമ്പോ എങ്ങനെയാ ഇപ്പൊ ഇതിനെ പോരയാക്കി എടുക്കുക. അപ്പൊ എന്ന് പറഞ്ഞാ അത്രത്തോളാണത്. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇത് ഈ ചോദിച്ച വ്യക്തിക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന് തന്നെയും ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം ആകുന്ന രീതിയിൽ ഇതിനെ മാറ്റാൻ ഉദ്ദേശിച്ചു. ഇതെല്ലാവർക്കും പിൽക്കാലക്കാരായ ആൾക്കാർക്ക് ഇത് ഒരു പാഠമാണ്. അള്ളാഹുവിന് ഈ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്നത് എന്തല്ല, ഒരു പ്രയാസമുള്ള കാര്യമില്ല എന്ന് മനസ്സിലാവും. അപ്പൊ ആ നിലക്കുള്ള ഒരു സംഭവമാക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോ അള്ളാഹു ചെയ്തെന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ മരിപ്പിച്ചു. അള്ളാഹു മരിപ്പിച്ചു. 100 ആം, 100 കൊല്ലം മരിച്ചുപോയി. 100 കൊല്ലം മരിപ്പിച്ചു പറഞ്ഞാൽ അതിന്റെ അർത്ഥം 100 കൊല്ലം കഴിഞ്ഞാൽ ജീവൻ വെച്ചു എന്നാണ്. അല്ലെ പിന്നെ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോരെ, അനിശ്ചിതകാലം മരണമാണെങ്കിലും. അപ്പോ അനിശ്ചിതകാലത്തേക്കല്ല, 100 കൊല്ലത്തേക്ക് മരിപ്പിച്ചു. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ഇതൊരു പാഠമാകണമെങ്കിൽ എന്താവണം എന്ന് ചോദിച്ചാൽ, ഇത് നാട്ടിൽ അറിയപ്പെട്ട ഒരാളായിരിക്കണം. വേണ്ടേ? നാട്ടിൽ അറിയപ്പെട്ട ഒരാൾ മരിച്ചാലല്ലേ പിന്നെ 100 കൊല്ലം കഴിഞ്ഞിട്ട് ആളെ കാണുമ്പോ അതൊരു ആയത്തായിട്ട് വരുള്ളൂ. ഇപ്പൊ നമ്മളൊരു ദിവസം മിഠായിത്തെരു പോയി നോക്കുമ്പോൾ അക്ബർ ചക്രവർത്തി ആകും വിചാരിച്ചു. ഇത് നമ്മളെ അപ്പോഴാണല്ലോ ജന്തങ്ങളോട് എന്ന് ചോദിക്ക. ഏതോ അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യൻ അല്ലേ, നമ്മളെ കിരാലൂരോ മോരിക്കരയൊക്കെ ഉള്ള ഏതോ ഒരു മനുഷ്യനാണെങ്കിൽ 100 അല്ല 500 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാലും നമ്മളാരും പ്രത്യേകിച്ച് ഏതൊരാൾ പോകണമെന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പൊ ഏതോ ഒരാളാണെങ്കിൽ അതൊരു ദൃഷ്ടാന്താവുകയോ ചർച്ചയാവുകയോ ഒന്നും ചെയ്യൂല. ഒരാളിങ്ങനെ എന്ന് വിചാരിക്കുള്ളൂ. ചിലപ്പോ നമുക്ക് തോന്നും ഇയാൾ ഏത് കാലത്തെ കുപ്പായിട്ടിട്ടായി പോണത് എന്ന് ചിലപ്പോ തോന്നും. കാരണം 100 കൊല്ലം മുമ്പുള്ള തുണിയും കുപ്പായം അങ്ങനെ ഒന്നല്ലല്ലോ. നമ്മളോട് ചില നാസ്തികർ ചോദിക്കാറുണ്ട്, ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മുസ്ലിങ്ങളായിരുന്നു നല്ലത്, ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ മഹാവിടക്കാണ്, കാരണം ഒക്കെ പർദ്ദയിട്ടിട്ടാണ് നടക്കുന്നത്. കണ്ടില്ലേ, അറേബ്യയിലൊക്കെ ഉള്ള ഡ്രസ്സാണ് ഇങ്ങോട്ട്. മുമ്പൊക്കെ എന്തായിരുന്നു മുസ്ലിം പെണ്ണുങ്ങളുടെ പഴയകാല ഡ്രസ്സ്? ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വല്ല പർദ്ദയായിരുന്നു? പർദ്ദ പൊലഞ്ഞ പേടിക്കണത് വേറെ ചോദ്യം. പേടിപ്പെടുത്തുന്ന പർദ്ദയായിരുന്നോ? പണ്ടൊക്കെ ഉള്ള പോലെ നടന്നാൽ പോരെ എന്ന് ചോദിക്കും. അവർക്ക് കുപ്പായത്തിൽ മാത്രമേ അതുള്ളൂ. പണ്ടൊക്കെ കേരളത്തിലെ ആൾക്കാർ കിഴങ്ങ് നിന്നിട്ടായിരുന്നു ജീവിച്ചത്. കിഴങ്ങുകളെ ഉള്ളായിരുന്നു, അരി പോലും പിന്നെ വന്നതാ. കിഴങ്ങ് വർഗ്ഗങ്ങളായിരുന്നു കേരളീയന്റെ ഭക്ഷണം. അതൊക്കെ മാറി അരിയായി, പിന്നെ അതിന്റെ അപ്പുറത്ത് പോയി ഇപ്പോ പിരിപിരി മന്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ആകെ നമ്മളെ തുണിന്റെ മുകളിലാണ് അവർക്ക് പ്രശ്നം.
അപ്പൊ പഴയ കാലത്തുള്ള ഒരു വസ്ത്രം ധരിച്ച ഒരാൾ പോകുന്നു എന്നതേ കവിഞ്ഞാൽ തോന്നുള്ളൂ. പക്ഷെ അറിയപ്പെടുന്ന ഒരാളാകുമ്പോഴാണ് ഇതൊരായത്താവുക. അപ്പൊ ഉസൈർ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ടും ഇൽമ കൊണ്ടും ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും ഒക്കെ അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം അള്ളാന്റെ മോനാണ് അവിവേകികൾ പറയുമാറ് അദ്ദേഹം എന്തായിരുന്നു? വലിയൊരാളായിരുന്നു. ഈസാ നബി അള്ളാന്റെ മോനാന്ന് പറയുന്നത് ഈസാ നബി എത്രത്തോളം ശ്രേഷ്ഠതയുള്ള ഒരാളായതുകൊണ്ടാണ് അറിഞ്ഞുകൂടാത്തവരും അവിവേകികൾ ജാഹിലുകൾ അള്ളാന്റെ മോനാന്നൊക്കെ പറഞ്ഞറിഞ്ഞത്. അപ്പൊ ദൈവമാണെന്ന് പറയുന്നത് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. പക്ഷെ നല്ലൊരാളെ പറ്റിയേ അത് പറയുള്ളൂ. അപ്പൊ ഉസൈർ എന്ന് പറയുന്നത് ഒരു നല്ല വ്യക്തിയായിരുന്നു, അറിയപ്പെട്ട ആളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അറിയപ്പെട്ട ഒരാൾ ആണെങ്കിലാണ് എന്ത് ചെയ്യാ ഇങ്ങനെ പറയാം. ഇതേ കാര്യം തന്നെ പാഠഭേദത്തോടെ ബൈബിളിൽ പറയുന്നുണ്ട്, ഇതേ സംഭവം. പക്ഷെ അതിൽ പറയുന്നത് കെട്ടിടങ്ങൾ തകർന്നതിനെ സംബന്ധിച്ചല്ല, അസ്ഥികൾ കൂട്ടിയിടപ്പെട്ട പ്രദേശത്തു കൂടെ നടന്നുപോയ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് അസ്ഥികൾ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്തൂടെ പോയി. അങ്ങനെ അവിടുന്ന് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം നോക്കി നിൽക്കെ ആ അസ്ഥികൾക്ക് മേൽ മാംസം പൊതിയുകയും പിന്നീട് അതിലേക്ക് കാറ്റിനെ അയക്കുകയും അങ്ങനെ അതിന് ജീവൻ വെക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ബൈബിളിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു പ്രദേശത്തെ തകർന്നടിഞ്ഞ പ്രദേശത്തൂടെ നടന്നു പോവുകയും അപ്പൊ അദ്ദേഹം അള്ളാഹുവിനോട് ഈ സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഭരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മറ്റേത് അവിടെയുള്ള അസ്ഥികൾക്ക് ജീവൻ കൊടുത്തു, മാംസം നൽകി ജീവൻ കൊടുത്തു എന്നാണ് ഇത് ചോദിച്ച ആളെ. അപ്പോ ഖുർആൻ ആണ് ശരി. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഖുർആനാണ് കൈകടത്തലുകളില്ലാതെ സംരക്ഷിക്കപ്പെടുന്നത് എന്നതുകൊണ്ട്. അതിന് മുമ്പുള്ള വേദങ്ങൾ ഒരു പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ രൂപം ഇങ്ങനെ പറഞ്ഞു വാമൊഴിയായിട്ടാണല്ലോ പോണത്. പറഞ്ഞു രൂപം മാറിപ്പോയതായിരിക്കാം. അതിപ്പോ നമ്മളെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരന്മാര് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഖുർആനിലുള്ള ചരിത്രമായിട്ട് വെച്ച് നോക്കുമ്പോ ഇതിന്റെ ചെറിയ 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 രൂപമാറ്റങ്ങളോടെ നമുക്ക് കാണാൻ പറ്റുന്ന പല സംഗതികളും. ഇപ്പോ പിന്നെ കൃഷ്ണനും കംസനും അല്ലെ, മൂസാ നബിയും ഫിറോനും എന്നുള്ള നിലക്ക് നോക്കുമ്പോ മൂസാ നബിയും ഹാറൂൻ നബിയും എന്ന നിലക്ക് നോക്കുമ്പോ ഈ കൃഷ്ണന്റെ കൂടെ ഒരു ബലരാമനെ കാണുന്നു, പശു രണ്ടിടത്തിലുണ്ട്. മനസ്സിലായോ? അങ്ങനെ കുറെ സംഗതികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഖുർആൻ അതിന്റെ മുസദ്ദിഖ ലിമാ ബൈന യദൈഹി, നിങ്ങളെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ വന്നു ചേർന്നതൊക്കെ തട്ടി ഒഴിവാക്കി എഡിറ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ എന്താണോ അതങ്ങനെ തന്നെ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അപ്പോ അതിപുരാതനമായ വേദപാഠങ്ങളിൽ തന്നെ ഈ സാദൃശ്യങ്ങൾ കാണാമെങ്കിൽ അതിനേക്കാൾ ശേഷം വന്ന ബൈബിളിൽ എന്ത് സംഭവിക്കും? തൗറാത്തില് ഇത്തരം സംഗതികൾ എഴുതി ചേർത്തിടത്തോ അല്ലെങ്കിൽ ഒക്കെ സംഭവിച്ച വ്യതിയാനങ്ങളാകാം. രണ്ടും ഒരു സംഭവമാകാനാണ് സാധ്യത. അല്ലാഹു നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഖുർആൻ അതിന്റെ കൃത്യമായ കാര്യം അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്. ഇങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ 100 കൊല്ലം അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ മരിച്ചു. എന്നിട്ട് ജീവിപ്പിച്ചു. സുമ്മ ബഅസഹു, പിന്നീട് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല എത്ര കാലം കഴിഞ്ഞു? അപ്പൊ ഇത് ചോദിച്ചത് ഇങ്ങനെ നമ്മളിപ്പോ ചോദിക്കണ പോലെ ചോദിച്ചതാണോ? അല്ല ഒരു അശരീര് പോലെ ഇങ്ങനെ മുഴുങ്ങി കേട്ടതാണോ? അല്ല ഹൃദയത്തോടുള്ള ഒരു സംഭാഷണം? ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ആകെ അറിയാം അള്ളാഹ് ചോദിച്ചു. എങ്ങനെ ചോദിച്ചു? അല്ലാഹു അഅലം. നമുക്ക് സ്വർഗത്ത് പോയിട്ട് ചോദിക്കണം, പടച്ചോനെ അന്ന് എങ്ങനെയാ ചോദിച്ചത്, അപ്പൊ നമുക്കത് തിരിയൂ. ഇപ്പൊ ഇതിങ്ങനെ തിരിഞ്ഞാ മതി എന്നാ വെച്ചത്. കാരണം എന്താ വെച്ചാൽ എല്ലാം നമുക്ക് അറിഞ്ഞൂടാ. പറഞ്ഞാലും മനസ്സിലാവൂല, ചില സംഗതികൾ പറഞ്ഞാൽ മനസ്സിലാവൂല. ചില സംഗതി കുട്ടികൾ നമ്മളോട് വന്ന് ചോദിച്ചാൽ ഈ പങ്ക് പോയിക്ക, അതൊക്കെ അങ്ങ് തിരിഞ്ഞോളൂ എന്ന് പറയല്ലാതെ അവന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അത് തിരിയാൻ അവനായില്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നില്ല, ISROയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിച്ചു എന്നൊക്കെ പറയാം. നമുക്ക് തിരിയുന്നൊരു ഭാഷയിൽ അത് എഴുതിയെന്നുള്ളൂ.
അതിന്റെ സാങ്കേതികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വർത്താനങ്ങളൊക്കെ ഉണ്ട്. നമ്മക്ക് പറഞ്ഞാൽ തിരിയൂല. നമ്മൾ ഇയാൾക്ക് ഇതെന്തായി പറയണെന്ന് വിചാരിക്കും. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ, നിങ്ങൾ സസ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ ശാസ്ത്രീയ നാമം ഇങ്ങനെയാണ് എന്നൊക്കെ പറയൂ. നമ്മളെ പൂളൊക്കെ അല്ലേ നമ്മൾ വാങ്ങുന്ന കപ്പ, ഇതിന്റെ ഒക്കെ ശാസ്ത്രീയ നാമം കേട്ടാൽ നമ്മൾ തന്നെ എണീറ്റുണ്ടാവും. കാരണം ഭയങ്കര പേരാ അതിനൊക്കെ ഉള്ളത്. സംഗതി നമ്മളെ പുയിങ്ങണ സാധനല്ലേ, അതാണ്. പക്ഷെ അതിന്റെ പേരൊക്കെ ഭയങ്കരമാണ്. ഇതുപോലെ പക്ഷെ നമ്മളോട് നമ്മൾ പീടികയിൽ പോയിട്ട് അത് ചോദിച്ചാൽ കിട്ടൂല. നമ്മക്ക് തിരിയുന്ന ഭാഷയാണ് നമ്മൾ സംസാരിക്കുക. അള്ളാഹു നമ്മളോട് പറയാ നമുക്ക് തിരിയുന്നിടത്തോളാണ്. ബാക്കി അള്ളാനെ നമുക്ക് തിരിയാണ് വേണ്ടത്. അള്ളാഹ് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനോ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ പറഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അള്ളാഹ് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പൊ ചോദിച്ചു, അല്ല എത്ര കാലം കഴിച്ചു കൂട്ടി? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം. 100 കൊല്ലം കഴിഞ്ഞാണ്. ഒരു ദിവസം ഇല്ലെങ്കിൽ കുറച്ച്, ഒരു ദിവസത്തിന്റെ കുറച്ച്. അപ്പൊ അള്ളാഹ് പറഞ്ഞത്, അല്ല 100 കൊല്ലായി, 100 കൊല്ലമായി. നീ നിന്റെ ഭക്ഷണത്തിലേക്ക് നോക്കൂ, വെള്ളത്തിലേക്ക് നോക്കൂ. അപ്പൊ കൊണ്ടുവന്ന ഭക്ഷണം വെള്ളം ഒന്നും കേടുന്നില്ല. എന്നാ നീ നിന്റെ കഴുതയിലേക്ക് നോക്കൂ. അപ്പൊ അതെന്തായി പോയിണ്? ദ്രവിച്ച് അവസാനത്തെ ഒരു കഷ്ണം എല്ലാം എന്തോ ഒരു ബാക്കി, അത്രേ ഉള്ളൂ. ബാക്കി ഇവിടെ ഒരു കഴുത ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ പാകത്തിൽ എന്തോ ഒരു സംഗതിയേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പൊ ശരിക്ക് കേട് വരേണ്ടത് ഭക്ഷണമാണ് ആദ്യം കേട് വരേണ്ടത്. അത് കേടുന്നില്ല, മറ്റേത് കേടുന്നു. ഇതൊക്കെ പണ്ടാണെങ്കിൽ വിശ്വസിക്കാൻ വലിയ പാടായിരുന്നു. ഇന്ന് പക്ഷെ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായി തന്നിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മള് രാവിലെ വാങ്ങിയ വൈകുന്നേരം കേടുവരുന്ന പാലില്ലേ, പാല് പാക്കറ്റ് പാല് കുറച്ചുകൂടിയൊക്കെ നോക്കൂലേ? ഇപ്പം മിൽമ ഇറക്കിയ ഒരു സാധനമുണ്ട്, 30 റുപ്യുള്ള ഒരു പാക്കറ്റ്, 3 മാസം അതിന്റെ വാലിഡിറ്റി. പാല് തന്നെ. അപ്പൊ നമ്മള് പറയും എന്തല്ലോ ചേർത്തുന്നുണ്ടാവും, എന്നിട്ട് കേട്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ മൊത്തത്തിൽ നമ്മൾ പറയണ എന്തല്ലോ ചേർത്തുന്നുണ്ടാവും. സംഭവം അതല്ല. എന്താ സംഭവം? പാല് കേടായി പോകാൻ സഹായിക്കുന്ന ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട്. അതിനങ്ങോട്ട് പിൻവലിച്ചാണ്. അപ്പൊ അതിന് പിൻവലിച്ചാൽ പിന്നെന്താവൂല, അത് കേടാവൂല. ഇപ്പൊ അതിന്റെ എക്സ്പയറി ഡേറ്റ് 3 മാസമാണ്. വേറെ എന്തോന്നും കൂടി പിൻവലിച്ചാ അതിനെക്കാട്ടും കൂടും. അപ്പൊ ഈ മനുഷ്യന്റെ ഭക്ഷണം കേടാവാണ്ടിരിക്കാൻ പഠിച്ചോൻ ആ സാധനം നൂരാട് വെച്ചിട്ടുണ്ടാവത്രല്ലേ. 100 കൊല്ലം അങ്ങനെ നിന്ന് നല്ല ഉഷാറായിട്ട് ഞെളിഞ്ഞു നിന്ന് ഫുഡ്. ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ മെഡിക്കൽ എക്സിബിഷൻ ഒക്കെ പോയാല് നമുക്ക് കാണാൻ പറ്റും കിഡ്നി, ലിവർ, ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉപ്പിലാകെ ചെയ്യുന്നുണ്ടോ. സാധാരണ നിലക്ക് അത് വെച്ചാൽ വേങ്കാടായി പോവും. പക്ഷെ ഇത് കുപ്പിയിൽ വെച്ചാണ്. അപ്പൊ എന്തോന്നൊരു മുക്കിയിട്ടപ്പോ ആളുണ്ട്. നമ്മളെ ശരീരം പഠിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ തുറന്നു വെച്ച മയ്യത്താണെങ്കിലും കബറിൽ എപ്പോഴോ 3 ദിവസം കഴിയുമ്പോൾ കണ്ണൂരി വീണു. പക്ഷെ ഈ സാധനം ഇങ്ങനെ കിടക്കുകയാണ് എത്ര കാലം വേണമെങ്കിലും. അപ്പൊ ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങ് ഊരി വെക്കാൻ എന്താ പണിയില്ല, അത്രേ പൈലുള്ളൂ. മുമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ 100 കൊല്ലം ഇപ്പൊ അങ്ങനെ ഭക്ഷണം നിൽക്കുവോ എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോ ആ ചോദ്യത്തിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയില്ല. എത്ര കാലം അല്ലെങ്കിലും ഒരു സാധനവും നശിക്കുന്നില്ല, ഒരു സാധനവും നശിക്കുന്നില്ല. എന്താ നിങ്ങളൊരു വെള്ളമൊന്നും കുടിക്കാത്ത പോലെ ഇരുന്ന് കേൾക്കുന്നു? രൂപമാറ്റം സംഭവിക്കുന്നേ ഉള്ളൂ. ഏത് സാധനമായാലും ഒന്നും നശിക്കൂല, എല്ലാം രൂപമാറ്റം സംഭവിക്കുക. മനുഷ്യനും അങ്ങനെയാണ്. മനുഷ്യന് നമ്മള് ആദ്യം കുഞ്ഞന് വാവ, കുട്ടി, മുത്തേ പൊന്നെ, ചെറിയ വാവാണ്. ഒരു വലിയ മനുഷ്യൻ നടക്കുമ്പോ വാവാണെന്നാണ് വിളിക്കുക നമ്മള്. വിളിക്കൂല. ചെറിയ കുഞ്ഞനാവുമ്പോ ആൽഗ മാഷൊക്കെ ചെറിയ കുട്ടി ഒരു 6 മാസം പ്രായമുള്ളപ്പോ ആണെങ്കിൽ എല്ലാവരും കളിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ, അതേ നോക്കി എന്നൊക്കെ വന്നു. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? ആള് മാറി, സ്വഭാവം മാറി. ആളെ സ്വഭാവം രാവിലത്തെ സ്വഭാവമായിരിക്കുമല്ലോ വൈകുന്നേരം, അത് വേറെ. മദ്രസയിലുള്ളപ്പോൾ ഉള്ള മാതിരിക്കുമല്ലോ പുരയിൽ വന്നാല്, അത് മാറും. ഇങ്ങനെ മാറും, മാറ്റങ്ങൾക്ക് വിധേയമായി. ഈ മാറ്റമല്ലാതെ യഥാർത്ഥത്തിൽ എന്തില്ല?
അപ്പൊ മരിച്ചുപോയി എന്ന് നമ്മൾ പറഞ്ഞാൽ തടിയിൽ നിന്ന് റൂഹ് വേറൊരു അവസ്ഥയിലേക്ക് മാറി, ബർസഖിലേക്ക് പോയി, ആത്മപ്രധാനമായ ഒരു ജീവിതം. ഈ തടി എന്താവുന്നുള്ളൂ? നശിക്കുന്നില്ല, അത് രൂപം മാറുന്നുള്ളൂ. പക്ഷികൾ ഉറുമ്പിനെ കൊത്തി തിന്നും, പക്ഷി ചത്താൽ ആ ഉറുമ്പ് പക്ഷിനെ തിന്നും, അല്ലേ? ഇത്രയല്ലോ, അങ്ങോട്ട് കൊണ്ടാണത്. അപ്പോ നമ്മൾ മാങ്ങയും ചക്കയൊക്കെ തിന്നുന്നു. നമ്മളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ മാവിന്റെ വേര് കവറിൽ വന്നിട്ട് നമ്മളെ വലിച്ചെടുത്തിട്ട് കൊണ്ടുപോയിട്ട് മാങ്ങ ഉണ്ടാവും. ഖബർസ്ഥാനിലെ മാങ്ങക്കൊക്കെ ഒരു പ്രത്യേക രസം. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇതിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് പോവാണ്, മാറ്റം. അപ്പൊ അള്ളാഹു താല എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു 100 കൊല്ലം സസ്പെൻഡ് ചെയ്തു, അവിടെ വെച്ച്. ഗുഹാവാസികളെ എത്ര കാലാണ് അവിടെ വെച്ചത്? പിന്നെ അവര് ഭക്ഷണം വാങ്ങാൻ പോയി നോക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ അക്ബർ ചക്രവർത്തിന്റെ കാലത്തുള്ള കോയിൻസും ആയിട്ട് വരുന്നത്. ഇനി എവിടുന്നാ വരുന്നതെന്ന് വെച്ചിട്ട് ഓനൊന്നും മനസ്സിലാവില്ല. കാരണം മൂപ്പരെ സംബന്ധിച്ച് ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് എണീറ്റ് വരുന്നതാണ് രീതി. നോവിനെ അപ്പോ ഈ സംഗതിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്നാലും അതൊരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തം സാധാരണ സംഭവിക്കാത്ത ഒരു കാര്യമായതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അത് വാർത്തയാവുന്നത്. സാധാരണ നടക്കുന്ന സംഗതി വാർത്തയാവൂല. ഓട്ടോറിക്ഷയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പേഴ്സ് ഡ്രൈവർ ഉടമസ്ഥനെ ഏൽപ്പിച്ചു. ഇതൊരു വാർത്തയാകുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ആരും ഏൽപ്പിക്കലില്ല, അതുകൊണ്ടല്ലേ? മൂരിക്കരയിൽ ഒരു വീട്ടിൽ രാവിലെ വീട്ടമ്മ വെള്ളം കോരിയപ്പോൾ ബക്കറ്റ് നിറയെ വെള്ളം കിട്ടി. ഇതൊരു വാർത്തയാവോ? ഇല്ല. എല്ലാ വീട്ടിലും വെള്ളം കോരുന്നു, വെള്ളം കിട്ടും. പക്ഷെ ഒരു വീട്ടിൽ വെള്ളം കോരിയപ്പോൾ പെട്രോൾ കിട്ടി. അപ്പൊ എന്താവും? വാർത്താവ് മാത്രല്ല, പിന്നെ നാട്ടുകാർക്ക് തന്നെ സൂര്യ ഉണ്ടാവില്ല. കാരണം എന്താ? സകലരും മറ്റേ കുടലുള്ള വണ്ടിയായിട്ട് വരും. വന്നിട്ട് പിന്നെ എങ്ങനെ സംഭവമാവും? അതിങ്ങനെ ഗവേഷണം നടത്തണം എന്ന് പറയുമ്പോ പിന്നെ വേറെ കുറെ ആള് പറയും ഇവിടെ ഗവേഷണം നടത്താൻ പറ്റൂല, ഇവിടെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പറയും. ഇങ്ങനെ സമരം ചെയ്ത് കുൽമാലെ അവസാനം പറയും അത് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ഒരു ക്യാന് പെട്രോൾ അതിൽ ഒഴിച്ചതായിരുന്നു എന്ന് പറയുന്നതോടുകൂടി പൊളി. അപ്പൊ വാർത്തകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അസാധാരണത്വങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോ നല്ല നല്ല കാര്യങ്ങൾ വാർത്തയാകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാവണം, നമ്മളെ നാട് വെടക്കാകുന്നുണ്ട് എന്ന് മനസ്സിലാവും. ഒരു മുസ്ലിം ഉമ്മയും ഒരു ഹിന്ദു അമ്മയും ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കുവെക്കുന്നു. ഇത് പത്രത്തിൽ വരും. ഒരു ഉമ്മ വല്യമ്മ ഒരു അമ്മൂമ്മക്ക് ഒരു പിടി ചോറ് വായിൽ വെച്ചു കൊടുക്കുന്നു. ഇത് പത്രത്തിൽ ഫോട്ടോ വരും. അപ്പൊ നമുക്ക് സന്തോഷമാവും. നമ്മളെ നാട്ടിൽ നല്ല അങ്ങനല്ല വിചാരിക്കണ്ടേ. നമ്മളെ നാട് ഇത്തരം കാര്യങ്ങളൊക്കെ അപൂർവമായൊരു സംഭവമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നമ്മൾക്ക് ഒന്നിച്ചല്ലേ, എല്ലാവരും ഒന്നിച്ചല്ലേ കഴിഞ്ഞത്. എന്താ പ്രശ്നം ഉണ്ടായിരുന്നു? അപ്പൊ ഇപ്പൊ അതൊക്കെ വാർത്തയാവുന്നു എന്ന് പറയുന്നത് കിണാശ്ശേരിയില് പബ്ലിക് ഗ്രൗണ്ടിലാണ് ഈദ്ഗാഹ് നടത്തല്. ഇപ്രാവശ്യം ക്ഷേത്രോത്സവം ആ സമയത്ത് വന്നു. അപ്പൊ അവര് ബുക്ക് ചെയ്ത ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് പൊതുവാണ്, അവര് ബുക്ക് ചെയ്തു. അപ്പൊ ബുക്ക് ചെയ്തതിന്റെ ശേഷവും അവരെന്ത് ചെയ്തു? ഈദ്ഗാഹ് നടത്താൻ സ്ഥലം കൊടുത്തു. സത്യത്തിൽ ഈദ്ഗാഹ് നടത്താൻ പൊതുസ്ഥലം തന്നെ കൊടുത്തു. പക്ഷെ അവര് ബുക്ക് ചെയ്ത സ്ഥിതിക്ക് അവർക്ക് എന്ത് ചെയ്യായിരുന്നു? തരൂല എന്ന് പറയായിരുന്നു. പക്ഷെ അവർ കൊടുത്തു. ഇത് വമ്പിച്ച വാർത്തയായി ചാനലിലൊക്കെ, അല്ലേ? മുമ്പാണെ വാർത്തയാവോ? സാധാരണ നടക്കണല്ലേ. അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവും, പള്ളിന്റെ പെരുന്നാൾ ഉണ്ടാവും, പല സംഗതി നേർച്ചൊക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് വാർത്തയാവുന്നത്, അത്ഭുതമാകുന്നത് അപൂർവമാകുമ്പോഴാണ്. ഇത്തരം അപൂർവതകൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ നാട് പെടുക്കാവുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനകളാണ്. എന്നാലും നല്ലത് എന്നുള്ളവർക്ക് പ്രചരിച്ചോട്ടെ എന്ന് വെക്കുക. അപ്പൊ ഉസൈർ ആണെങ്കിൽ ഉസൈർ, ഇനി അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി അദ്ദേഹം 100 കൊല്ലത്തിന് ശേഷം വരുന്നു എന്ന് പറയുന്നതാണ് എന്ത്? അത്ഭുതം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി ഇതിന്റെ ഉള്ളിലുള്ളത്, മരിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കാലം എന്ന് പറയുന്നൊരു സാധനം കട്ട് ചെയ്തു. അല്ല, അതുകൊണ്ടാണല്ലോ ഒരു ദിവസമായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞത്.
ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഖബറിലേക്ക് ശിക്ഷയും രക്ഷയും ഉണ്ട്, നരകത്തുനിന്ന് വാതിൽ തുറന്നു വെക്കും. തെറ്റുകാരനാണെങ്കിൽ. നല്ല മനുഷ്യനാണെങ്കിൽ സ്വർഗ കവാടങ്ങൾ തുറന്നു, അതിന്റെ സുഖം അനുഭവിക്കാം. ആദം നബിന്റെ കാലത്ത് മരിച്ച ഒരാൾ എത്ര കൊല്ലാണ് അനുഭവിക്കേണ്ടി? നമ്മളെ കാലത്ത് മരിക്കണൊക്കെ അത്ര വേണ്ടല്ലോ. ക്യാമനാളിലേക്ക് നമ്മൾ കുറെ അടുത്തില്ലേ? ഇനി ക്യാമനാൾ 1-ാം തീയതി മരിച്ചു പോയ ഒരാള്, അങ്ങനെ 1-ാം തീയതി ഉണ്ടെങ്കിൽ 1-ാം തീയതി വിചാരിക്കുമ്പോഴേക്ക് തന്നെ സംഗതി തീരും. അന്നേരം മരിക്കുന്ന ഒരാളാണെങ്കിൽ കുറഞ്ഞ സെക്കൻഡ് അനുഭവിച്ചാൽ പോരെ? അങ്ങനല്ല, അങ്ങനല്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആദം നബിയാണല്ലോ അതിന്റെ അപ്പുറം പറയാൻ ചെല്ലു. ആദം നബിന്റെ മക്കള് ഹാബീലും ഹാബീലും ഒക്കെ ഉണ്ടല്ലോ, ഓല് ഖിയാമത്ത് ഖബറിടത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോ നമ്മളൊക്കെ എണീറ്റ് വരുമ്പോഴോ നമ്മൾ ഒന്നിച്ച് മരിച്ചുപോയ മാതിരിയാ തോന്നുള്ളൂ. കാരണം ഓൽക്കും തോന്നാ ഇന്നലെ മരിച്ചാണെന്നാണ്, നമുക്കും തോന്നുന്നു ഇന്നലെ മരിച്ചാണ്. അത്രേ ഉള്ളൂ. ഇല്ല. അപ്പോ കാലം എന്ന് ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി സ്വയം തന്നെ തിരിയുന്നതാണ്. ഭൂമിന്റെ മുകളിലാണെങ്കിലല്ലേ. അപ്പോ ഭൂമി ഇങ്ങനെ തിരിയുന്നു, സൂര്യനെ ചുറ്റുന്നു. സൂര്യനും ഭൂമിയും ചൊവ്വയും വ്യാഴവും വെള്ളിയും എന്തെല്ലോ കൂടി സാധനല്ലേ ഈ സൗരയൂഥം. നമ്മളുടെ പേരാ അതൊക്കെ, വ്യാഴം വെള്ളി ബുധൻ എന്നൊക്കെ. എന്നാൽ ചൊവ്വയിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അവിടെ ജീവന്റെ തുടിപ്പുകൾ എന്നൊക്കെ പറയില്ലേ, ചിലപ്പോ ആടെ വേറെ ഖുർആൻ ക്ലാസ് ഒക്കെ ഉണ്ടോ, പറയാൻ പറ്റില്ല. അപ്പൊ ഓരെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടുത്തെ സമയം എന്താണ്? അവിടുത്തെ സമയം എന്താണ്? ഇനി ഇതേപോലെ വേറൊരു മിൽക്കി വേയിൽ വേറെയും സൗരയൂഥങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ വേറെ സൗരയൂഥം ഉണ്ടെങ്കിൽ അവിടുത്തെ സമയം ഏതാണ്? അപ്പോ ഇതൊക്കെ നമ്മളുടേതായ ഒരു സംഗതിയാണ്. സമയം, ദിവസം, മാസം, കൊല്ലം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഖബറിൽ കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തായി പോകുന്നുണ്ട്? സമയം കട്ടായി പോകുന്നു. അതുകൊണ്ടാണ് ഗുഹാവാസികളും പറഞ്ഞത്, ഞങ്ങള് ഇപ്പോ അല്ലേ ഇനിയിപ്പോ നമ്മളെ ജീവിതത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. സുബയാങ്ക് കേൾക്കുമ്പോ എന്താ നമുക്ക് തോന്നല്? ഇപ്പം കിടന്നിട്ടല്ലോ ഇത്, ഇയാളെന്താ നേരം തെറ്റിയോ? എടേ നല്ല ഉറക്കം ഉറങ്ങിണ്ടാവും. ആ റൂമിൽ ഒരാൾക്കും ചിലപ്പം സ്വൈര്യം കിട്ടിയിട്ടുണ്ടാവില്ല കൂർക്കമ്പലി വെച്ച്. പക്ഷെ ഉറങ്ങിയാക്ക് എന്താ തോന്നുക? ചില ആള് ക്ലാസ് തുറന്നു പോവാൻ നേരത്തെ എണീക്ക്, ഇന്ന് ക്ലാസ് എടുത്തില്ലേ, അങ്ങനെ ക്ലാസ് 1 മണിക്കൂർ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊരു മണിക്കൂർ ഉറങ്ങിയതായി തോന്നൂല. ഇപ്പൊ ഒന്ന് തോന്നൂല. അപ്പോ കൈലൂലത്ത് കേട്ടില്ല നിങ്ങള്? കേട്ടില്ല അല്ലെ? ഉച്ചയുറക്കം. ഉച്ചയുറക്കം എന്ന് പറയുന്നതിന് ആ പേര് വരാൻ കാരണം കുറഞ്ഞ സമയം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വേറെ കഴിഞ്ഞ് കിടന്നാല് ചിലപ്പോ അസറൊന്നും ഓർമ്മ ഉണ്ടാവും. അപ്പോ എന്നാലും ഉണർന്നാൽ നമുക്ക് തോന്നുക കിടന്നു. അപ്പൊ മരിച്ചാൽ ഈ ഉറക്കം തന്നെയാണ് വേറെ നിലക്ക് മരണം എന്ന് പറയുന്നത്. സ്വപ്നം അങ്ങനെയാണ്, അതിന്റെ ദൈർഘ്യം. കുറഞ്ഞ സമയം ഒരാൾ സ്വപ്നം കാണും. പക്ഷെ നമ്മൾ എത്ര കാണുന്നത് അല്ലേ? നല്ലതാണ്, വേഗം തീർന്നും പോകും ഒരു സ്വപ്നം. പക്ഷെ നല്ലത് ശരിക്കും 4.25 സെക്കൻഡ് തന്നെ കാണാനല്ലോ. ബെടക്കാണെങ്കിലാണ് പിന്നെയും കുറെ നേരം ഇരിക്കട്ടെ. ഏതായാലും 100 കൊല്ലം മരിച്ചു കിടന്ന ഒരാൾ പറയുന്നത് യൗമൻ ഔ ബൗദ യൗം, കുറഞ്ഞ ഒരു സമയമാണ് എന്നാണ് അയാൾക്ക് തോന്നുന്നത്. പക്ഷെ അള്ളാഹു പറഞ്ഞു അങ്ങനല്ല, 100 കൊല്ലം ഉണ്ടായിരുന്നു. നീ നോക്ക്. അതേ സമയത്ത് കഴുത എന്തായി പോയിട്ടുണ്ട്? ദ്രവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഒന്നിപ്പിക്കുന്നു. എന്നിട്ട് എല്ലുകളിലേക്ക് നോക്കൂ, എങ്ങനെയാണ് നാം അതിനെ കൂട്ടിയിണക്കുന്നത്, പിന്നെ എങ്ങനെയാണ് മാംസം കൊണ്ട് പൊതിയുന്നത്, ഇതൊക്കെ കൂടി ആയപ്പോ അദ്ദേഹത്തിന് കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാ പറയണത് ഇത് മുഅ്മിനായ ഒരാളായിരുന്നു. മുഅ്മിനല്ലാത്ത ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുത്താലും ഇപ്പൊ ബുഹിത്തല്ലദീ ഖഫർ എന്ന് പറഞ്ഞല്ലോ, ആ നിഷേധിയുടെ ഉത്തരം മുട്ടി. നേരത്തെ തർക്കിച്ച മനുഷ്യന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും അദ്ദേഹം എന്താ ചെയ്ത്? എന്നാ ആയിക്കോട്ടെ എന്ന് വിശ്വസിച്ചോ? ഇല്ല, ദേഷ്യം പിടിക്കുക ചെയ്ത്. നേരത്തെ പറഞ്ഞ പോലെ കൊഞ്ഞനും കുത്തുകയാണ് ചെയ്തത്. അല്ലെങ്കിലോ ആക്രമിക്കുകയാണ് ചെയ്തത്, വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്.
അതേസമയത്ത് മുക്മിനാണ്, പക്ഷെ മുക്മിനായതോടൊപ്പം തന്നെ ഒരു കാര്യത്തിൽ എന്ത് സംശയം. അങ്ങനെ സംശയം ഉണ്ടാകുന്നതോടുകൂടി ഈമാൻ അങ്ങ് പോയി പോകുന്നില്ല. ഒരാൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നിയത് കൊണ്ട് എന്താവൂല, ഈമാൻ നഷ്ടപ്പെടൂല. പക്ഷെ ആ തോന്നലിന്റെ ഒടുവിൽ എനിക്ക് എന്റെ പരിമിതികളെ കുറിച്ച് അറിവുണ്ടാവുകയും അള്ളാഹുവിലേക്ക് തന്നെ ഞാൻ തിരിയുകയും വേണം. അപ്പോഴാണ് മുക്മിനാവുക. ഇനി ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്, ആളെ പേര് പറയാതെ. എന്നാൽ ഇതാ ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ അള്ളാഹിനോട് ചോദിച്ചൊരു കാര്യമാണ് തൊട്ടടുത്ത ആയത്തിലൂടെ പറയുന്നത്. അപ്പൊ എന്താണ്? ഇബ്രാഹിം നബി അള്ളാഹിനോട് പറഞ്ഞു, അടച്ചോനെ ഈ എനിക്കൊന്ന് കാണിച്ചോണ്ട. അത് വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ്. മരിച്ചുപോയവരെ എങ്ങനെ ജീവിപ്പിക്കലെന്ന് എനിക്കൊന്ന് കാണിച്ചോണ്ട. അള്ളയും അതേപോലെ തന്നെ ഒരു ചോദ്യമായി. അല്ല, എനിക്ക് വിശ്വസിച്ചില്ല, ഇതുവരെ വിശ്വസിച്ചില്ലേ. അപ്പോ ചെറുപ്പത്തിലെ തന്നെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുമ്പിടുന്നതിനെ എതിർക്കുകയും അതിന്റെ യുക്തിരാഹിത്യം മനസ്സിലാവുകയൊക്കെ ചെയ്ത ഇബ്രാഹിം നബിയാണ് അല്ലെ. ആ ഇബ്രാഹിം നബി ആണ് അള്ളനോട് ചോദിക്കണേ, എനിക്കൊന്ന് കാണിച്ചത്. അപ്പോ അള്ള ചോദിക്കണം, അല്ല എനിക്കിപ്പോഴും വിശ്വാസമായി. വിശ്വാസമൊക്കെ ഉണ്ട്. കാരണം വിശ്വാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കണമെങ്കിൽ ഇപ്പൊ എനിക്ക് കാണിച്ചൊന്നും തരണമെന്നില്ല, അതെനിക്ക് അറിയാം. ഇനി പറഞ്ഞാൽ തന്നെ ഓക്കെ. പക്ഷെ ഒന്ന് കാണാനാണ് വേണ്ടത്. ഒന്ന് കാണാനുള്ള ഒരു പൂതി ഉണ്ടാകും. കാരണം നമ്മളുടെ ഒരു ഉറപ്പ് പോരാ. ശരിക്കും നബിമാർക്ക് നല്ല ഉറപ്പ് വേണം. നബിമാർക്ക് മറ്റുള്ളവരോട് പറയണം, നിങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നത്, ഞാൻ എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയണം. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേറാജ് കൊണ്ടൊക്കെ കാണിച്ചു കൊടുത്തത്, എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ സ്വർഗത്തിലുള്ള ആൾക്കാർ, നരകത്തിൽ ഇന്ന ആൾക്കാർ, പല ജാതി ശിക്ഷകളും. എന്തിനാണ് നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ വീട്ടിലൊരു കാർ ഉണ്ടെങ്കിൽ ആ കാറിന്റെ പെട്രോൾ ടാങ്കിൽ കൊള്ളുന്ന പെട്രോൾ മതി. പക്ഷെ പെട്രോൾ പമ്പിലുള്ളതിന്റെ അടുത്ത് ആ പെട്രോൾ പോരാ. കാരണം നാട്ടിലുള്ള എല്ലാ വണ്ടിയിലും പെട്രോൾ അടിക്കണം. അതുകൊണ്ടാണ് വലിയ ലോറിയിൽ അവിടെ കൊണ്ട് ഇറക്കുന്നത്. നമ്മൾ ആരെങ്കിലും പുറകിൽ അങ്ങനത്തെ ലോറിയിൽ പെട്രോൾ എടുക്കുന്നു, അതിന്റെ ആവശ്യം. നബിമാരെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഹബ്ബാണ്. ഇതിങ്ങനെ എന്ത് ചെയ്യണം, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ മാത്രമുള്ള ഒരു തുമഈനത്ത് കിട്ടണം. അതുകൊണ്ടാണ് അള്ളാഹു നബിമാർക്ക് ചില പ്രത്യേകമായ അറിവുകൾ, പ്രത്യേകമായ ദൃഷ്ടാന്തങ്ങൾ, പ്രത്യേകമായ ആയത്തുകൾ ഒക്കെ കൊടുക്കുന്നത്. മൂസാ നബി അല്ലെ അള്ളാഹുവിനെ ആയിട്ട് സംസാരിച്ചു. പക്ഷെ മൂസാ നബി കാണണം എന്നാണ് ആദ്യം നോക്കിയോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്ക് എന്തായിപ്പോയി. അപ്പോ പിന്നെ അത് മൂസാ നബിയിൽ ഉണ്ടാക്കുന്ന ഒരു വമ്പിച്ച ഒരു ബോധ്യം. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, എങ്ങനെ രണ്ടാമതും എങ്ങനെ ഒന്ന് പറഞ്ഞുതരോ, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അത് വിശ്വാസമില്ലാത്തോണ്ടൊന്നല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കാണിച്ചു തരാം. നീ 4 പക്ഷികളെ പിടിച്ചുകൊണ്ടോന്ന് കൈമന്ന് വിട്ടാ പറന്നു പോണ കോലത്തിലായാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇണക്കാൻ പറഞ്ഞത്. ഇണക്കുക എന്തായാലും പറയാ, ഇണങ്ങാന്നല്ലേ നമ്മൾ പറയലേ, ഇണക്കുക അല്ലേ. അങ്ങനെ ഇണക്കിയാൽ ഇണങ്ങും. എല്ലാം ഒന്നും ഇണങ്ങൂല. ചിലത് ഇണക്കല്ലാത്ത ജീവികളുണ്ട്, മനുഷ്യനായിട്ട് ഇണങ്ങാത്ത ജീവികളുണ്ട്. പക്ഷെ ഒരുവിധം ജീവികളൊക്കെ മനുഷ്യനെ ഇണങ്ങും എന്നാണ്. അപ്പൊ നമ്മള് വളരെ ശ്രദ്ധിച്ചാലും, അപ്പൊ കോഴിയൊക്കെ ആണെങ്കിൽ ഒരുപാട് പണിയൊന്നും എടുക്കാണ്ട് തന്നെ ഇണങ്ങും. നമ്മളെടുത്ത് വരും, നമ്മള് വീട്ടിട്ടെടുത്താൽ തിന്നതാക്കി ആക്കി വെച്ചു. നമ്മള് വിളിച്ചാലൊക്കെ വരും. ലഗോണാണ് വിളിച്ചാൽ വരികയില്ല, ആറ്റയായിട്ട് പോവുകയില്ല. അത് അതിന്റെ നിലപാട് ഇങ്ങനെ നിൽക്കുള്ളൂ. ചില മനുഷ്യന്മാരും അങ്ങനെ ഉണ്ട്, ഇങ്ങോട്ട് വരികയില്ല എന്നായിട്ട് പോവുകയില്ല, അങ്ങനെ നിൽക്കും ഒരിയായി മന്ദിപ്പില്. ലഗോന്റെ കുറെ ലഗോൺ തിന്നിട്ട് അങ്ങനെ ആയിപ്പോയതാണോ അറിയില്ല, ചില അങ്ങനെ ഉണ്ട്. അപ്പോ ചില ജീവികൾ അങ്ങനെയല്ല, നമ്മൾ മെനക്കെട്ടാൽ ഇണങ്ങും. പൊതുവിൽ കീരിയെ പോലുള്ള സാധനങ്ങളൊന്നും മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്നതല്ല. പക്ഷെ ചിലരെന്ത് ചെയ്യാറുണ്ട്, അതിനൊക്കെ ഇണക്കും. പാമ്പിനൊക്കെ ഇണക്കി അങ്ങനെ. അപ്പൊ ഇവിടെ പറയണത് 4 പക്ഷികളെ
പിടിച്ച് നിന്നോട് ഇണക്കുക എന്ന് പറയുന്നു. ഫസുർഹുന്ന ഫസുർഹുന്ന ഇലൈക, നിന്നിലേക്ക് ഇണക്കുക. കാരണം ഇനി ചെയ്യാൻ പോണത് അതിനെ വിളിക്കാൻ പോവാണ്. വിളിച്ചാ വരണമെങ്കിൽ ആദ്യം തന്നെ ഇണങ്ങിയതാവണ്ടേ. അതൊന്നും അറിയില്ല, 4 എണ്ണന്നേ പറഞ്ഞുള്ളൂ. അർബഅത്തം മിനത്വയർന്നാണ്. അത് വ്യത്യസ്ത ഇനം എന്നൊന്നും പറഞ്ഞിട്ടില്ല. തഫ്സീറിൽ ഇന്ന പക്ഷിയെന്നൊക്കെ പറയുന്നുണ്ട്, പല തഫ്സീറുകളിലും ഇന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അറിയില്ല നമുക്ക്, അതൊക്കെ നിഗമനങ്ങളാണ്. അത് പറയാതിരുന്നാൽ നമ്മളെ മനസ്സിൽ ഭാവനയിൽ പലതരം പക്ഷികളായിരിക്കും. അത് പറഞ്ഞാൽ പിന്നെ ആ പക്ഷിയെ വരുള്ളൂ മനസ്സിൽ. അപ്പോ വിളിച്ചു, ഇണക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? അലാ കുല്ലി ജബൽ സുമ്മ ജഅൽ, പിന്നീട് അതിനെ നീ ആക്കണം, അതിനെ വെക്കണം. അലാ കുല്ലി ജബൽ, എല്ലാ മലന്റെ മുകളിൽ എന്ന് പറഞ്ഞാല് അവിടെ കാണുന്ന ആ മലന്റെ മുകളിൽ, അല്ലാണ്ട് ദുനിയാവിലെ മൊത്തം മല അയാൾ ഉദ്ദേശമല്ല. അത് പറഞ്ഞില്ല, നീ പറയാൻ പോണേ ഉള്ളൂ. മലകളിൽ വെക്കണം. മിൻഹുന്ന ജുസ്ആ, അതിൽ നിന്നുള്ള ഭാഗം എന്നാണ്. അപ്പൊ മനസ്സിലായി, ഒരു കിളിനെ കൊന്നുമലും മറ്റേ കിളിനെ കൊന്നു അങ്ങനെ വെച്ചാ പോരാ, ജുസ് ആക്കി വെക്കണം. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, 4 കിളിനെ പിടിച്ച് ആദ്യം അതിനെ ഇണക്കി, വിളിച്ചാ വരുന്ന കോലത്തിലൊക്കെ ആയി. പിന്നെ അതിനെ അറുത്ത് ഈ 4 എണ്ണത്തിനെയും കൂടി കൂട്ടിക്കുഴക്കുന്നുണ്ട്. ഇതിന്റെ ചെറുകും മറ്റേന്റെ വാലും ഇതിന്റെ അതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചതിന്റെ ശേഷം ഓരോ പിടി എന്ത് ചെയ്യാ, ഓരോ മലിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. അങ്ങനെ വെച്ച് സുമ്മദുഹുന്ന, പിന്നീട് നീ അവയെ എന്ത് ചെയ്യണം? വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കോയിനെ വിളിക്കണത് ബെബെ, അതേപോലെ എന്തോ ഒരു വിളിച്ചാൽ അവ നിന്നിലേക്ക് വരും. സഅയൻ, ധൃതിയിൽ പറന്ന് പാഞ്ഞ് ഓടി വരും. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം, അറിയുക അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ്. അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബിനോട് അങ്ങനെ വെക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇബ്രാഹിം നബി 4 കിളിനെ പിടിച്ചു. എന്നിട്ട് പിന്നെ ഇബ്രാഹിം നബി വെച്ചു. അപ്പൊ ഇബ്രാഹിം നബി വിളിച്ചു. അപ്പൊ അത് വന്നു എന്നൊന്നും ഇല്ല. എന്തല്ലാത്ത അതായത് പറയുന്നത് നമ്മളോടല്ല, ആരോടാ? ഇബ്രാഹിം നബിനോടാണ്. ഇബ്രാഹിം നബിനോട് 4 കിളിയെ പിടിക്കാൻ പറഞ്ഞു, എന്നിട്ട് ഇബ്രാഹിം നബി പിടിച്ചു എന്ന് പിന്നെ പറയണ്ട. ഇപ്പൊ ഞാൻ അയാളോട് പോയിട്ട് 500 റുപ്യ ചോദിച്ചപ്പോ അയാൾ 500 തന്നു എന്ന് ഞാൻ എപ്പോഴാ പറയാ? അയാൾ തരാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്, വേണമെങ്കിൽ അയാൾക്ക് തരാണ്ടിരിക്കാം. അപ്പോഴാണ് ഞാൻ ചോദിച്ചപ്പോ അയാൾ തന്നു എന്ന് പറയേണ്ടി വരുന്നത് അപ്പോഴാണ്. അതാണ്. അതേ സമയത്ത് ഇവിടെ ഇബ്രാഹിം നബിനോട് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ട് പിന്നെ ഇബ്രാഹിം നബി അത് ചെയ്തു എന്ന് പ്രത്യേകം പറയേണ്ടിയില്ല. ഇല്ല, ഇബ്രാഹിം നബിനോട് കൽപ്പിച്ചു പറഞ്ഞാൽ തന്നെ എന്താണ്, ഇബ്രാഹിം നബി ചെയ്തു. അതാണ് ഇബ്രാഹിം നബി. ഇത് ഖാല ലഹു റബ്ബു അസ്ലിം, ഇബ്രാഹിം നബിനോട് പറഞ്ഞു അസ്ലിം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഉടനെ തന്നെ ഇബ്രാഹിം അപ്പൊ ഇത് വേറെ സ്ഥലത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ഇബ്രാഹിം നബി ആരാണ് ആദ്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബി അത് ചെയ്തു എന്ന് പ്രത്യേകം പറയേണ്ടിയില്ല, ചെയ്യാണ്ടിരിക്കണ പ്രശ്നമില്ല. അപ്പൊ പക്ഷിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. ഇണക്കാൻ പറഞ്ഞു, ഇണക്കി. അറുക്കാൻ പറഞ്ഞു, അറുത്തു. കഷ്ണിച്ച് ഓരോ സ്ഥലത്ത് ഭാഗം വെച്ച് വെക്കാൻ പറഞ്ഞു, വെച്ചു. വിളിക്കാൻ പറഞ്ഞപ്പോ വിളി പറന്നു വന്നു. ഓക്കെ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ്. അപ്പൊ പരലോകത്ത് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളെ കത്തിച്ചിട്ട്
ആ വെണ്ണീരെടുത്തിട്ട് ഒഴുകുന്ന നിളാനദിയിൽ കൊണ്ടുപോയി ഒഴുക്കിയാല് നിങ്ങളങ്ങ് കഴിച്ചലായി പോകുന്നില്ല. മനസ്സിലായോ? ഇത് ഒന്നായിട്ട് ജീവനോട് മരിച്ച് ഒരു മനുഷ്യന്റെ മയ്യത്ത് മൊത്തം കബറിൽ വെച്ചാലേ എണീറ്റ് വരുമെന്നൊന്നും വിചാരിക്കണ്ട. ഇത് നിങ്ങള് ഇന്ത്യയിലെ എത്ര നദികളാണ്, പ്രധാനപ്പെട്ട പുണ്യ നദികളുണ്ട്. ആ നദികളിലൊക്കെ കുറേശ്ശെ ആക്കിയിട്ട് ഭാഗം വെച്ച് ഒഴിക്കാലും അവസാനം എന്താവും? അവസാനം എല്ലാം കൂടി വരും. അങ്ങനെ പോകും, അങ്ങനെ തിരിച്ചു. അതൊരു കാര്യം തന്നെയാണ്. അതൊന്നായിട്ട് നമ്മളെ ചില വീഡിയോസ് ഒക്കെ റിവേഴ്സിൽ കാണിക്കലുണ്ട് അല്ലേ? റിവേഴ്സിൽ കാണിക്കും ചില വീഡിയോസ്. നമ്മളിങ്ങനെ വിതറി എറിയുന്നു, പിന്നെ ഒന്നായിട്ട് ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ. അതേപോലെ പല ഖബർസ്ഥാനിലും ആയിരിക്കും ഉള്ളത്. ഉമ്മ അവിടെ ആയിരിക്കും, ബാപ്പ അവിടെ ആയിരിക്കും, അല്ലാപ്പുറത്തേക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇടക്കുവാണല്ലോ. പക്ഷെ ഇവരെല്ലാരും കൂടി അള്ളാഹു ഒരു ദിവസം എല്ലാരെയും ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ എല്ലാവരും. അപ്പൊ പണ്ട് 500 കൊല്ലം മുമ്പ് മരിച്ച ആളും ഇനി 500 കൊല്ലം കഴിഞ്ഞിട്ട് മരിക്കാനുള്ള ആളും ഒക്കെ ഒരേപോലെ പോകും. അപ്പൊ ആയിഷ ബീവി എന്ന് പറയുന്ന വളരെ നിഷ്കളങ്കയായ പെൺകുട്ടി നബിയോട് ചോദിക്കുന്നുണ്ട്, അല്ലാ റസൂലേ, അപ്പൊ ഇവര് തുണിയും കുപ്പായോ കുർത്തി ഉണ്ടാവോ? അപ്പൊ കുറവാവൂലേ? നബീന്റെ നിഷ്കളങ്കതയിൽ ചോദിച്ചാണ്. അപ്പൊ കുറവാവൂലേ? കാരണം ഇതിപ്പോ എല്ലാരും ഇങ്ങനെ കബറടക്കി, അപ്പൊ എല്ലാരും എണീറ്റ് വരുമ്പോ അപ്പൊ നബി പറഞ്ഞു, അന്നേരം അതിനൊന്നും ആർക്കും നേരം ഉണ്ടാവില്ല. ഏതില് ഇത് നോക്കാനും കുറവാകാനൊന്നുള്ള നേരം ഉണ്ടാവില്ല. ഓരോരുത്തരും അവനാന്റെ ബേജാറില് പായും. അപ്പൊ ഈ ബേജാറിൽ ഓടുമ്പോ അതിനൊന്നും നേരം ഉണ്ടാവില്ല. നമ്മളെ ബേജാറും ടെൻഷനും നമ്മളെ സന്തോഷവും ഇതൊക്കെ പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും പരിസരവും ഒക്കെ അനുസരിച്ചാണ്. ആ അന്തരീക്ഷത്തിന്റെ ഒരു ലെവല് മാറുന്നതോട് കൂടിയിട്ട് നമ്മളെ എല്ലാ അവസ്ഥകളും മാറും. ശാരീരിക അവസ്ഥകൾ വരെ മാറും. നമ്മളെ വീട്ടിലൊരു മരണം ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് 10 മിനിറ്റ് ചായ ഇട്ടില്ലല്ലോ എന്നുള്ള ബേജാറുണ്ടാവില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അന്നേരം ചായ തടിക്ക് വേണ്ടായിട്ടല്ല, അത് ഇന്നലെ വേണ്ടി അതേ തടി തന്നെ എന്നുള്ളത്. പക്ഷെ അന്നേരം നമ്മളുടെ ചിന്ത വേറെയാണ്, നമ്മുടെ ആലോചന വേറെയാണ്. ICUലായിരിക്കെ നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചോ ആ ഫുഡിന് സ്പെഷ്യൽ ഇല്ലാത്തതിനെ കുറിച്ചോ ഒന്നും ചിന്ത ഉണ്ടാവില്ല. അതങ്ങനെ ഒരു വേറെ അവസ്ഥയാണ്. നമ്മളെ മാനസികാവസ്ഥകളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ തന്നെ നമുക്ക് ഉള്ള അവസ്ഥ നോമ്പിനുള്ള അവസ്ഥ അല്ലല്ലോ, അത് മാറിയില്ലേ. നോമ്പിന് നമ്മള് ചിന്തിക്കുന്നില്ല ഇന്ന് ഉച്ചക്ക് തിന്നണം എന്നുള്ളതിനെ. അതുകൊണ്ട് നമുക്ക് ഉച്ചക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും. അതേസമയത്ത് ഇപ്പൊ നമുക്ക് അങ്ങനെ കഴിയൂല. അത് ആലോചിക്കാം. ഉച്ചക്ക് ഒരു യോഗം വെക്കുകയാണെങ്കിൽ ഭക്ഷണം എവിടുന്നായിരുന്നു എന്ന് ചിന്തിക്കും. നോമ്പിനാണെങ്കിൽ മഗ്‌രിബിന്റെ നേരത്തെ യോഗം വെക്കുമ്പോഴേ ചിന്തിക്കും. മാറും, അവസ്ഥ മാറും. അപ്പൊ പരലോകത്ത് അള്ളാഹു എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ സാഹചര്യം വേറെ തന്നെ ആയിരിക്കും. സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി മുതൽ ആരംഭിച്ച് അതിന്റെ വിശദീകരണവും തുടർച്ചയൊക്കെ മുന്നോട്ട് പോയി 260-ലെത്തി 261-ലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ആയത്തുൽ കുർസിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യത്തിന് മുന്നേ പറഞ്ഞ ചില സംഗതികൾ ഉണ്ടായിരുന്നു. അതിലേക്ക് തിരിച്ചു പോവാൻ. അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെ കുറിച്ചായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് കൂടെ തന്നെ സമ്പത്ത് കൊണ്ടുള്ള ജിഹാദിനെ കുറിച്ചായിരുന്നു. ശരീരം കൊണ്ട് മാത്രമല്ല ജിഹാദ് ഉള്ളത്, സമ്പത്ത് കൊണ്ട്. സാമ്പത്തികമായ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിടത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? വേറെ വഴിയിലേക്ക് തിരിഞ്ഞ് പോയത്. അത് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചതല്ല, ഖുറാനിന്റെ ഒരു ശൈലി അങ്ങനെയാണ്. ഇനി ഇതാ വീണ്ടും 261-ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. മത്തുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞു. വഖഫുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്നിട്ടുള്ള അതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകളിൽ ഒന്നാണ് 261-ാമത്തെ ആയത്ത്.
അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച നമ്മൾ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ വഖഫിനെ കുറിച്ച് കൂടി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതും കൂടി കേട്ടാൽ തർക്കമില്ല എന്നുള്ള ആൾക്കാരെയും കൂടി വിളിച്ചോളേണ്ടി. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്ന സംഗതികൾ, അതിന്റെ പുതിയ നിയമവും വിവാദവുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല, അതൊക്കെ നമ്മൾ അല്ലാതെ നിൽക്കറിയും. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എന്താണ് വഖഫ് എന്നുമായി ബന്ധപ്പെട്ട സംഗതികൾ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കോട്ടെ. അള്ളാഹു താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഠത്തിൽ അബ്ദുള്ള കോയക്ക മാഷ അംസക്കാരൊക്കെ ജ്യേഷ്ഠൻ അല്ലേ? എന്നെക്കാൾ നിങ്ങൾക്കാണ് അറിയാം. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു ഞങ്ങണ്ടൂരിലുള്ള കോയമോൻ, അദ്ദേഹത്തെക്കുറിച്ച്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കും. ഇന്നലെ ചേളന്നൂരിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, ആയിഷ, കുരുന്നാളി ഷേഖു സാഹിബിന്റെ ഭാര്യ, ബപ്പടിയൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളാണ്. അപ്പോ അവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കും. നമുക്ക് പേരറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ആളുകൾ അള്ളാഹു നിശ്ചയിച്ച ഒരു അജലിൽ തിരിച്ചു പോവുകയാണ്. പടച്ച റബ്ബ് അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷപ്രദമാക്കി മാറാകട്ടെ. പരിക്ക് പറ്റി രോഗാവസ്ഥയിൽ ഐസിയുവിലും വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്നവരും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അവരെയൊക്കെ ഉൾപ്പെടുത്തുക. അങ്ങനെ ചെയ്താൽ അവർക്ക് ശിഫ കിട്ടുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും അള്ളാഹുവിനോട്. ആ സ്വഭാവത്തിൽ നമ്മളത് നല്ലൊരു സുന്നത്തായിട്ട് കൊണ്ടു നടക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു തആല ഇതിനകം മരണപ്പെട്ടവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗാവസ്ഥയിലും വലിയ പരിക്കിലും കഴിയുന്ന ആൾക്കാർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മെ അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله.